ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഹെറോൺസ് ഫോമിലാണ് പഠിക്കുന്നത്. അതിനു മുന്നേ ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താന്ന് നോക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താ? ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അതേപോലെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വെൻ ഹൈറ്റ് ഈസ് ഗിവൺ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വെൻ ഹൈറ്റ് ഈസ് ഗിവൺ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് തന്നെയാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വെൻ ഹൈറ്റ് ഈസ് ഗിവൺ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ബൈ ഹെറോൺസ് ഫോർമുല. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ബൈ ഹെറോൺസ് ഫോർമുല എന്താന്ന് നോക്കാം. ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതിൽ എസ് എന്താ? സെമി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ സെമി പെരിമീറ്റർ ആണ്. എ എന്താ? സൈഡ് 1, ബി എന്താ? രണ്ടാമത്തെ സൈഡ്, സി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡ്. അപ്പൊ സെമി പെരിമീറ്റർ എന്തായിരിക്കും? എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ബൈ ഹെറോൺസ് ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് എസ് into s minus a into s minus b into s minus c. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Find the area of a triangle, two sides of which are 8 cm and 11 cm and the perimeter is 32 cm. അപ്പോൾ നമുക്ക് ആദ്യം എന്താ? പെരിമീറ്റർ തന്നെ എഴുതി വയ്ക്കാം. പെരിമീറ്റർ ഈക്വൽ ടു 32 cm. അപ്പോൾ സെമി പെരിമീറ്റർ എന്തായിരിക്കും? സെമി പെരിമീറ്റർ ഈക്വൽ ടു 32 by 2 equal to 16 centimeter. അപ്പം നമുക്ക് s minus a എന്താ? s minus a equal to 16 minus 8 equal to എന്താ? 8 centimeter. s minus b എന്താ? 16 minus 11 equal to 5 centimeter. s minus c എന്താ? 16 minus 32 minus 8 plus 11 എന്നാണ്. 32 minus of 8 plus 11. അപ്പം 16 minus 32 plus 19. 16 minus 32 എന്താ? 16 minus 32 എന്ന് പറഞ്ഞാൽ minus 16 plus 19. minus 16 plus 19 എന്ന് പറഞ്ഞാൽ 3 cm ആണ്. അപ്പൊ നമുക്ക് s minus a കിട്ടി, s minus b കിട്ടി, s minus c കിട്ടി, s കിട്ടി. അപ്പൊ നമുക്ക് ഏരിയ എങ്ങനെ പറയാം? ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് s ഇൻറ്റു s minus a ഇൻറ്റു s minus b ഇൻറ്റു s minus c ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് എസ് എന്താ? 16 ഇൻറ്റു എസ് മൈനസ് എ എന്താ? 8 ഇൻറ്റു 5 ഇൻറ്റു 3 ഈക്വൽ ടു റൂട്ട് ഓഫ് 8 ഇൻറ്റു 2 ഇൻറ്റു 8 ഇൻറ്റു 5 ഇൻറ്റു 3 ആണ്. അപ്പം നമുക്ക് 8 പുറത്തേക്ക് ഇടാം. 8 ഇൻറ്റു 2 ഇൻറ്റു 5 10 ഇൻറ്റു 3 എത്രയായിരിക്കും? 30 ആണ്. അപ്പം ഏരിയ ഈക്വൽ ടു 8 റൂട്ട് 30. എന്താ ഏരിയ? യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഒക്കെ സെന്റിമീറ്ററിൽ തന്നുകൊണ്ട് നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രയാങ്കുലർ പാത്ത് ABC has sides 120, 80 and 50 meters. A gardener Dania has to put a fence all around it and also plant grass inside. How much area does she need to plant? Find the cost of fencing it with a barbed wire at the rate of rupees 20 per meter, leaving a space of 3 meter wide for a gate on one side. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗിവൺ തന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക. A equal to 120 meter, B equal to 80 meter, C equal to 50 meter. പിന്നെന്താ? കോസ്റ്റ് ഓഫ് ഫെൻസിങ് ഈക്വൽ ടു എത്രയാ? 20 പെർ മീറ്റർ, റുപ്പീസ് 20 പെർ മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, പെരിമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യണം. പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 3 മീറ്റർ അതിന്ന് റെഡ്യൂസ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം പെരിമീറ്റർ നോക്കാം. പെരിമീറ്റർ ഓഫ് പാത്ത് equal to 120 plus 80 plus 50 equal to 250
മീറ്റർ. കോസ്റ്റ് ഓഫ് ഫെൻസിങ് എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് ഫെൻസിങ് ഈക്വൽ ടു 250 മൈനസ് 3. 3 മീറ്റർ നമ്മളോട് എന്ത് പറഞ്ഞു? ഗേറ്റിന് വേണ്ടി ലീവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 250 മൈനസ് 3 എഴുതാം. എന്നിട്ട് ഓരോ മീറ്ററിനും 20 ആണ്. അപ്പം ഇൻറ്റു 20 ഇൻറ്റു റുപ്പീസ് 20. 250 മൈനസ് 3 എത്രയാ? 247 ഇൻറ്റു 20 എത്രയായിരിക്കും? 247 ഇൻറ്റു 20 പറഞ്ഞാൽ 4940 ആണ് ആ റേറ്റ്. 4940 ആണ് കോസ്റ്റ് ഓഫ് ഫെൻസിങ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തായിരിക്കും? ഏരിയ ഓഫ് പാത്ത് പറഞ്ഞാൽ ഹെറോൺസ് ഫോർമുല വെച്ചിട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പം പെരിമീറ്റർ ഈക്വൽ ടു 250 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സെമി പെരിമീറ്റർ എന്തായിരിക്കും? ഈക്വൽ ടു 250/2. 250/2 എത്ര? 125 മീറ്റർ. അപ്പം ഏരിയ ഓഫ് പാത്ത് എത്ര ആയിരിക്കും? 125 ഇൻറ്റു 125 മൈനസ് 120 ഇൻറ്റു 125 മൈനസ് 80 ഇൻറ്റു 125 മൈനസ് 50 ഈക്വൽ ടു എത്രയായിരിക്കും? റൂട്ട് ഓഫ് 125 ഇൻറ്റു 125 മൈനസ് 120 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 125 മൈനസ് 80 45 ഇൻറ്റു 125 മൈനസ് 50 75. ഇതൊന്നും സിമ്പിളായിട്ട് എഴുതാം. 5 ഇൻറ്റു 5 ഇൻറ്റു 5 125. 5 അതേപോലെ തന്നെ എഴുതി. 3 ഇൻറ്റു 3 ഇൻറ്റു 5 അപ്പം 9 ഇൻറ്റു 5 പറഞ്ഞാൽ 45. പിന്നെ 5 ഇൻറ്റു 3 ഇൻറ്റു 5 5 ഇൻറ്റു 3 പറഞ്ഞാൽ 15. 15 ഇൻറ്റു 5 പറഞ്ഞാൽ 75. അങ്ങനെ എഴുതി. എന്നിട്ട് നമുക്ക് റൂട്ടാണ്. അപ്പം റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടെണ്ണത്തിന് 1 എഴുതാം. ഇത് പോയി ഈ 5 ഈ 5 പറഞ്ഞാൽ ഒരു 5 കൂടി ഇടുക. പിന്നെ 3യും 3യും ഒരു 3 ഇടുക. പിന്നെ ഒരു 2 5 ഉണ്ട്. അപ്പോൾ ഒരു 5 ഇടുക. 2 5 പറഞ്ഞാൽ ഒരു 5 ഇടുക. 3 ഇൻറ്റു 5 3 ഇൻറ്റു 5 പറഞ്ഞാൽ 15 അവിടെ എഴുതി വയ്ക്കാം. അപ്പം 5 ഇൻറ്റു 5 ഇൻറ്റു 5 125 ഇൻറ്റു 3 ഇൻറ്റു റൂട്ട് 15. 125 ഇൻറ്റു 3 എത്രയാ? 375 റൂട്ട് 15 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The sides of a triangular plot are in the ratio 3:5:7 and its perimeter is 300 meter. Find its area എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ എത്രയാണെന്നുണ്ട്? given perimeter equal to 300 meter equal to 3x plus 5x plus 7x. ആ റേഷ്യോയിലാണ് സൈഡ്സ് ഉള്ളത് പറഞ്ഞാൽ അത് ഇൻറ്റു എക്സ് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. അപ്പം 3 + 5 + 7 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15x ഈക്വൽ ടു 300 ആണ്. അപ്പം എക്സ് എത്രയായിരിക്കും? 300/15. 300/15 എന്ന് പറഞ്ഞാൽ 20. എക്സ് 20 ആണ്. അപ്പം എ എത്രയായിരിക്കും? 20 ഇൻറ്റു 3 20 ഇൻറ്റു 3 ഈക്വൽ ടു 60 മീറ്റർ. ബി ഈക്വൽ ടു 20 ഇൻറ്റു 5 എത്രയാണ്? 100 മീറ്റർ. സി ഈക്വൽ ടു 20 ഇൻറ്റു 7 ഈക്വൽ ടു 140 മീറ്റർ. എയും ബിയും സിയും കിട്ടി. എന്താ നമുക്ക് വേണ്ടത്? സെമി പെരിമീറ്റർ ഈക്വൽ ടു 300/2 ഈക്വൽ ടു 150 മീറ്റർ. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ ഈക്വൽ ടു 16 കിട്ടി, ബി ഈക്വൽ ടു 100 കിട്ടി, സി ഈക്വൽ ടു 140 കിട്ടി, എസ് ഈക്വൽ ടു 15 കിട്ടി. ഇനി നമുക്ക് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് എസ് എന്താ? 150 ഇൻറ്റു എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 150 മൈനസ് 60 ഇൻറ്റു 150 മൈനസ് 100 ഇൻറ്റു 150 മൈനസ് 140 ഈക്വൽ ടു റൂട്ട് ഓഫ് 150 ഇൻറ്റു 150 മൈനസ് 60 എത്രയാ? 150 മൈനസ് 60 പറഞ്ഞാൽ 90 ആണ്. 150 മൈനസ് 100 എന്ന് പറഞ്ഞാൽ എത്രയാ?
50 ആണ്. 150 മൈനസ് 140 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് 150 നമുക്ക് 3 ഇൻറ്റു 5 ഇൻ 50 എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 10. 15 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 150 ആണ്. ഇൻറ്റു 9 ഇൻറ്റു 9 നമുക്ക് 3 ഇൻറ്റു 3 എന്ന് എഴുതാം. 9 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 90 ആണ്. 15 നമുക്ക് 5 ഇൻറ്റു 5 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇൻറ്റു 10 നമുക്ക് 5 ഇൻറ്റു 2 എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നിനും. 5 ഇൻറ്റു 5 ഒരു 5നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. 3 ഇൻറ്റു 3 ഒരു 3നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഒരു 5 ഇൻറ്റു 5 ഒരു 5നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. 2 ഇൻറ്റു 2 ഒരു 2നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. 5 ഇൻറ്റു 5 ഒരു 5നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഒരു 2 ഇൻറ്റു 2 ഒരു 2നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. പിന്നെ നമുക്ക് ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? ഉള്ളിൽ 3 മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനെയും നമ്മൾ പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 5 125. 125 ഇൻറ്റു 2 250. 250 ഇൻറ്റു 2 എത്രയാ? 500. 500 ഇൻറ്റു 3 1500 ഇൻറ്റു 3 എഴുതാം സെൻറ്റിമീറ്റർ സ്ക്വയർ.